ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിദ്യയെ തൽക്കാലത്തിന് അലികയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ബലരാമനോട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അലികയിൽ നിന്ന് തൽക്കാലമായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയാണ് ഞാൻ. അവിടുത്തെ കാര്യങ്ങളൊക്കെ സാറിനല്ലേ ഞാൻ പറഞ്ഞറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ അലികയിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ചോർത്തി തരുന്ന അനുസരിച്ച് സാറിന് മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉയർന്നൊരു പോസ്റ്റ് തന്നെ വേണമെന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ബലരാമനാണെങ്കിൽ ഇപ്പോൾ കൃഷ്ണനോടും സാഗറിനോടും സുജാതയോടും വലിയ ദേഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലികയെ നശിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ എന്നോട് ഭീഷണിപ്പെടുത്താനായിട്ട് എന്നെ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബലരാമനായിട്ട് പറയാട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ പിന്നീട് കാണിക്കുന്നത് കൺമണിയാണ്. കൺമണി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അമ്മായിമാരും എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി ആണെങ്കിൽ അമ്മായിമാരെ എന്തായാലും വശത്താക്കി വെച്ചിട്ടുണ്ട്. കാരണം വരുണുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചാൽ മാത്രമാണ് ആ ആധാരം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൺമണിക്ക് ഒരിക്കലും തന്നെ അത് എടുക്കാൻ സാധിക്കില്ല. വരുണുമായിട്ട് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ കൺമണിയാണെങ്കിലോ നല്ലൊരു ഓഫറും കൊണ്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് ലോൺ പാസ്സായിട്ടുണ്ടായിരുന്നു. ആ ആധാരം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതറിയാം. അച്ഛനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഇനി മേലാൽ അമ്മായിമാരുടെയും അതുപോലെ തന്നെ ഏട്ടത്തിയുടെ ഏതൊരു വളവും എൻ്റെ അടുത്ത് നടക്കില്ല. നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല ഞാൻ എൻ്റെ ആധാരം തിരിച്ചെടുക്കാനായിട്ട് പോകുന്നു. ഇനി എൻ്റെ മേൽ ആർക്കൊരു അവകാശമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു അവകാശങ്ങളൊക്കെ കയ്യിലിരുന്നാൽ മതി എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോവുക കേട്ടോ. ധനലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് സുമിത്രയാണ് കേട്ടോ. സുമിത്രയാണെങ്കിലോ കൃഷ്ണൻ്റെ കുടുംബം തന്നെ നശിപ്പിക്കാനായിട്ട് കിളിയനോട് പറയുന്നുണ്ട്. കിളിയ, നീ എന്ത് ചെയ്താലും നിനക്ക് വലിയൊരു ഓഫറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നിനക്ക് എന്തായാലും അത് ലാഭമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി ആണെങ്കിലോ കൺമണിയെ വിട്ടാതെ തുടർന്നിരിക്കുക കേട്ടോ. അവൾ അങ്ങനെ സൂക്ഷിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് കൺമണി ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്, നിനക്ക് ഇതൊരു വാണിംഗ് ആണെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും കാണിച്ചിട്ടുണ്ടെന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്.